ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പതിവില്ലാണ്ട് ഇവളിങ്ങനെ കസേരയൊക്കെ ഇട്ടിരുന്ന് ഇവിടെ സംസാരിക്കണത് എന്ന്. സോ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ കുറച്ചധികം കാലമായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും വീഡിയോസും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഞാൻ പൊതുവേ ഈ ലോങ് വീഡിയോസ് ഒരു മാസം കൂടുമ്പോഴോ 4-5 മാസം കൂടുമ്പോഴൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഷോർട്സ് റെഗുലറായിട്ട് ഇങ്ങനെ ഇട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു 2-3 മാസമായിട്ട് ഒരനക്കവും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. കറണ്ട് പോയി തിരിച്ചു വന്നു. സോ ഐ തോട്ട് അതിന് റീസൺ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ആകെയുള്ളത് 1800 സംതിങ് ആൾക്കാരാണ്. പക്ഷെ ഞാൻ ആലോചിച്ചു, ഒരു 10 പേരാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളോട് ഇഷ്ടം കാണിക്കുന്നുണ്ട്. സോ തിരിച്ച് അവരുടെ അടുത്ത് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഐ തോട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് എടുത്തേനും ആൻഡ് എന്താ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, സോ ഏതാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. വലിയ മുഖവരേണ്ടൊന്നും ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ഒരു കാര്യം പറയട്ടെ, ഞാൻ അത്ര സംസാരിക്കാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ആക്ച്വലി ഐ ആം എ ടീച്ചർ ബൈ പ്രൊഫഷൻ. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അവരായതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പഠിപ്പിച്ച ശീലമുള്ളൂ. പക്ഷെ എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വലിയ പരിചയമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം എൻ്റെ സംസാരത്തിൽ ഒരു പഠിപ്പിക്കൽ ധ്വനിയോ അല്ലെങ്കിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്തിട്ട്. നമ്മൾ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം നമ്മുടെ ഫേസ് കാണുന്നില്ല. നമ്മൾ ഒരു ഓൾറെഡി റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോക്ക് നമ്മൾ പുറകെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുവാണല്ലോ. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു ടോക്കറ്റീവ് പേഴ്സൺ അല്ല ഒരു ബിഗ് ക്രൗഡിൻ്റെ മുമ്പിൽ. ഓക്കെ, വട്ടാർ അതൊക്കെ എൻ്റെ വേറെ സൈഡ്, നമുക്ക് പിന്നെ സംസാരിക്കാം. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ പേര് ദ സ്പൈസി പ്രോജക്റ്റ് എന്നാണ്. നമ്മൾ പ്രധാനമായിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും എനിക്ക് ഇതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. ഞാൻ രണ്ടിലൂടെ കാണിക്കുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ഫുഡ് വീഡിയോസ് ആണ്. റെസിപ്പീസ് ഷെയർ ചെയ്യാറുണ്ട്, എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെ പ്രോപ്പർലി ഞാൻ ഫുഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്നലെ ഇടുന്ന കോണ്ടന്റിനെക്കാട്ടും എന്തുകൊണ്ടും ഒരു പടി മുന്നിലായിരിക്കണം നാളെ ഇടുന്ന കോണ്ടന്റ്. ഒരിക്കലും താഴ്ന്നു പോകാൻ പാടില്ല. അങ്ങനെ താഴ്ന്നു പോണത് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു നല്ലതല്ല. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു പെർഫെക്ഷനിസ്റ്റ്. അപ്പം എനിക്ക് എല്ലാത്തിനും അത് വേണം. അപ്പോൾ എനിക്ക് അത് കുറച്ചായിട്ട് വീഡിയോസിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എസ്പെഷ്യലി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കിംഗ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോപ്പർ ലൈറ്റിങ് വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ആയ സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് പോലും ഒട്ടും ലൈറ്റിംഗ് ഇല്ല. ഓക്കെ, കാരണം ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ 1 സൈഡ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ അനദർ അപ്പാർട്ട്മെൻറ്റാണ്, ഒട്ടും ഗ്യാപ്പില്ല. അപ്പോൾ ആ സൈഡിൽ ലൈറ്റ് പ്രതീക്ഷിക്കേണ്ട. പിന്നെ കിച്ചൺ സൈഡിൽ പറഞ്ഞാൽ ആകെ ഒരു സിംഗിൾ വിൻഡോ ആണ്. അപ്പോൾ അവിടുന്ന് മാത്രമേ പ്രധാനമായിട്ട് ഒരു ലൈറ്റ് കിട്ടുന്നുള്ളൂ. ഈ വീട് ആകെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ 1, 2, 3, 4 ആകെ 4 വിൻഡോസേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വരുന്ന ലൈറ്റിൻ്റെ സോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് നല്ല ഭംഗിയുള്ള നാച്ചുറൽ ലൈറ്റിൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചൺ ഓരോന്നുണ്ടാക്കി പുറത്തോട്ട് ഇവിടെ ഒരു എൻട്രൻസ് ഏരിയ ഉണ്ട്, അവിടെ പിന്നെ ലൈറ്റ് ഉണ്ട് കമ്പാരിറ്റീവ്ലി, ഒരു ഗ്രിൽസ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടുന്ന് ഫുഡ് എടുത്ത് ഇങ്ങോട്ട് ഓടി, ഇവിടുന്ന് അങ്ങോട്ട് ഓടി, അവിടുന്ന് ഇങ്ങോട്ട് ഓടി, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നിട്ട് കുറച്ച് കാലം അങ്ങനെ വീഡിയോസ് എടുത്തിട്ടുമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 4 മണി മുതൽ ഒരു 5:30 വരെ നല്ല സൺലൈറ്റ് കിട്ടുമായിരുന്നു ഒരു ടൈമിൽ. പക്ഷേ അപ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല ഒരു സൺലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയിൽ വീഡിയോസൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ആ ഈവനിങ് ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ വെറും ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെയാണ്. അപ്പോൾ എനിക്ക് സമയം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഒരു കൈൻഡ് ഓഫ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഗ്രെയിൻസ് വന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്. സോ എനിക്ക് പേഴ്സണലി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനിപ്പം എനിക്ക് ഒരു തരത്തിലുള്ള ഏർണിങ്സ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ കിട്ടുന്നില്ല, കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കണ്ടൻസ് ഞാൻ ചെയ്യുന്നുമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, സോ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യണത്. പക്ഷേ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ ആ വൃത്തി ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ചടച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര വീഡിയോ എടുത്താലും ഗ്രെയിൻസ് വരുവാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലൈറ്റ് കുറവാണെങ്കിൽ ഗ്രെയിൻസ് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ലൈറ്റ് ഇട്ടാൽ പോരെ, അടുക്കള ലൈറ്റ് ഉണ്ടോ ചോദിക്കുമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരാളല്ല. എനിക്ക് എപ്പോഴും ഒരു നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഷൂട്ടിങ്ങിനോട് വലിയൊരു താല്പര്യമില്ല. സോ എനിക്ക് അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഒരു തരത്തിലുള്ള ഫുഡ് വീഡിയോസും ഇപ്പോൾ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. കാരണം നല്ലപോലെ അല്ലാതെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷേ ഇത് നമ്മളൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല, ഇറ്റ്സ് ജസ്റ്റ് ബ്രേക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് നല്ല ഭംഗിയുള്ള പാത്രങ്ങളും പ്ലേറ്റ്സും പിന്നെ കുക്ക് വെയർസും ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് പൈസ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് വഴി കൂടെ. അപ്പം അതൊന്നും ചുമ്മാ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഞാനതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ടും ഇനിയിപ്പോൾ വിൻ്റർ സീസൺ വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല സൺലൈറ്റ് ഇവിടെ ഉണ്ടാവുന്നു. ഒന്നത് ബാംഗ്ലൂർ ഓൾറെഡി നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ ഈ ലൈറ്റിംഗ് ഇഷ്യൂസും ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ബാംഗ്ലൂരിനെ കുറ്റം പറയാല്ല കേട്ടോ. ആക്ച്വലി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, അവരുടെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ പ്രകാരം വിൻഡോസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനിപ്പം നിൽക്കുന്നത് ഒരു വിൻഡോൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഫേസിലെങ്കിലും കുറച്ച് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും നല്ല ഇരുട്ടല്ല കാണുന്നത്. സോ ഇതൊക്കെയാണ് കാരണം. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോഴോ ഇനി അതല്ല എപ്പോഴെങ്കിലും ഇവിടെ ലൈറ്റൊക്കെ തിരിച്ച് വരുമ്പോഴൊക്കെ നമുക്ക് വീഡിയോസ് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണോ. അപ്പോൾ അതാണ് ഒരു റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര ഒരു പോരാട്ടത്തിലായിരുന്നു. പോരാട്ടം ബിറ്റ്വീൻ എൻ്റെ മടി ആൻഡ് മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഔട്ട്പുട്ട് ഭയങ്കര വീക്കായപ്പം ഞാൻ ഭയങ്കര എൻ്റെ മോട്ടിവേഷനൊക്കെ ഒന്ന് കുറഞ്ഞു. എനിക്ക് എന്തിനാ എടുത്താലും വലിയ കാര്യമില്ല അങ്ങനത്തെ ഫീലിംഗ് വന്നു തുടങ്ങി. അങ്ങനെ മടി കയറിയപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മടി ബാധിക്കാൻ തുടങ്ങി. ഞാൻ തരക്കേടില്ലാതെ ബുക്സ് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ലോണം ബുക്ക് വായിക്കുന്നത് കുറഞ്ഞു. കംപ്ലീറ്റ്ലി ഫോൺ അഡിക്റ്റ് ആയിട്ട് മാറി. ഇൻസ്റ്റാഗ്രാമിൽ റീൽ തോണ്ടി മണിക്കൂറുകളോളം അങ്ങനെ ജീവിതത്തിൽ പോയി. ജോലിക്ക് പോകും, എന്താ പറയുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി, ഓർഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു മെസ്സായിട്ട് മാറി. അപ്പോൾ ആ മെസ്സിൻ്റെ എല്ലാത്തിൻ്റെ റീസൺ തന്നെ മടിയായിരുന്നു. സോ ആ മടി കൊണ്ട് തന്നെ, ആ മടി ഒരു റീസണാണ് ആക്ച്വലി ഞാനിപ്പം ഈ വീഡിയോസ് ഇടാത്തതിന്. സോ അപ്പോൾ രണ്ട് റീസണാണ്. ഒന്ന് ലൈറ്റിംഗ് ഇഷ്യൂസ്, ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. രണ്ടാമത് എൻ്റെ മടി. സോ ഈ രണ്ട് ഇഷ്യൂസ് കൊണ്ട് ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് അങ്ങോട്ട് ഫുഡ് വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യലുണ്ടാവില്ല. പക്ഷേ ഞാൻ ആദ്യം ഓർത്തു, ഓക്കെ എല്ലാം നിർത്താം, മതി, എനിക്ക് യൂട്യൂബ് ചാനൽ വേണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, അങ്ങനെ വേണ്ട. ഞാൻ ഒന്നാമത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ കൊണ്ട് നടന്നു ഇത്രയും കാലം. ഞാനൊരു കുറച്ച് കാലമായി, ഇപ്പം ഒരു 1 to 2 yearsന് മുകളിലായി ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കണം. മാത്രമല്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ ഇടുന്ന ലോങ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ഓരോ ഓർമ്മകളൊക്കെ, ഞങ്ങളിപ്പം അല്ലെങ്കിൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഇപ്പോഴും യൂട്യൂബ് ചാനലുണ്ട്. സോ എനിക്ക് പെട്ടെന്ന് അത് കളഞ്ഞിട്ട് പോകാൻ ഭയങ്കര സങ്കടം. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തായാലും ഫുഡ് വീഡിയോസ് കളയണമെന്ന്. പക്ഷേ നമ്മൾ യൂട്യൂബ് ചാനൽ കളയുന്നൊന്നുമില്ല. സോ ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ വ്ളോഗ്സ് ചെയ്യാമെന്ന്. ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല നോർമൽ വ്ളോഗ്സിനോട്. ഒന്നാമത് എനിക്ക് ഇപ്പോൾ ഒരു പബ്ലിക്കിനിടയിൽ ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫോൺ നമുക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഓക്വേർഡ് കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഓർത്ത് പതുക്കെ മാറ്റിയെടുക്കാം. എനിക്ക് തന്നെ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ എന്നെ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ ഞാൻ വിചാരിച്ചു. സോ അപ്പോൾ ഞാൻ ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ ഇടുന്നുണ്ടാവുക പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ കോണ്ടൻസ് ആയിരിക്കും. ഓക്കെ, ലൈക്ക് എൻ്റെ ലൈഫ്, ബേസിലെ ലൈഫ്, ഞങ്ങളുടെ ഫാമിലി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ റൂട്ടീന്. കാരണം ഞാനിപ്പം ഒരു പാസ്റ്റ് ഒരു 1 to 2 weeks ആയിട്ട് ഞാനൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ഐ ആം ട്രൈങ് ടു ഡു വർക്കൗട്ട്സ്, ഐ ആം ട്രൈങ് ടു ലൈക്ക് ചേഞ്ച് മൈ ഡയറ്റ്, ബുക്സ് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഫോണിൽ കുറച്ച് സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിഡ്രോ നിൽക്കുന്ന ഒരു സമയമാണ്.
ഞാനൊരു ചെറിയൊരു മാറ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ ഐ തോട്ട് ഞാൻ വലിയ സംഭവമൊന്നും ആയിട്ടല്ല, പക്ഷെ അതെങ്കിലും ഷെയർ ചെയ്യാം. അങ്ങനെ പോട്ടെ. ഇപ്പം എനിക്ക് ഉറപ്പാണ്, ഇപ്പം ഞാനിപ്പോൾ കടന്നു പോയിട്ടുള്ള ഈ ഒരു മടിയുടെ പിടിയിൽ അകപ്പെട്ട ഒരുപാട് പേരുണ്ടാവും. നമുക്കെല്ലാം പ്രോപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ പറ്റുന്നില്ല. അതായത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഭയങ്കരമായിട്ടുള്ള, അയ്യോ എന്തിനാ ജീവിക്കണേ, അങ്ങനെ കംപ്ലീറ്റ്ലി ലൈഫ് ഒരു നമുക്കൊരു വേർത്തിയായിട്ട് തോന്നാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു കേസിലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇനി മടീൻ്റെ ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സിൻ്റെ ട്രാപ്പിലായിരുന്നു. കുറച്ച് വീക്സ് മുന്നേ വരെ ഞാൻ ശരിക്കും പറയാൻ പേടിച്ചു, ഇത് എങ്ങോട്ടത് പോണത് എന്ന്. പക്ഷേ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സമീപിക്കുന്ന ഒരാളാണ് എൻ്റെ ബേസിൽ. സോ ബേസിൽ തന്നെ ഞാൻ പതുക്കെ പിടിച്ച് കയറ്റി എന്നെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ചീത്ത കേൾക്കൽ ഞാൻ ഒന്ന് പതുക്കെ അതിനകത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഞാൻ ഓർത്തു എന്തായാലും പുറത്ത് വന്നില്ല, ഇനി ഞാൻ ആ കൂട് പൊട്ടിച്ചു, ഇനി പുറത്ത് വരാൻ കുറച്ചും കൂടി കിടക്കുന്നുണ്ട്. ഞാൻ ഓർത്തു ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകുമായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും ഉപകാരമാവട്ടെ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ്, ഇനിയുള്ള വീഡിയോസ്. സോ ആർക്കെങ്കിലും ഇതൊക്കെ മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആവട്ടെ ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേര് ദ സ്പൈസി പ്രൊജക്റ്റ് എന്നാണ്. എന്താ ഞാൻ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊരു പേരാണ് ദ സ്പൈസി പ്രൊജക്റ്റ്. സോ എനിക്ക് ആ പേര് മാറ്റാൻ അത്ര പോസിബിൾ അല്ല, ബട്ട് അത്ര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഞാൻ പോസ്റ്റ് ചെയ്യലുണ്ടാവുക. ബട്ട് എൻ്റെ ലൈഫ് അത്രയും വിചാരിച്ചുള്ളൂ, ചുമ്മാ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് ആക്ച്വലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓവർ സ്ട്രെസ്ഫുൾ അല്ല എൻ്റെ വർക്ക്. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. സോ ഐ തോട്ട് ലെറ്റ്സ് ഡു സംതിങ്. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇസ് ലൈക്ക് എ പ്ലേസ് ഓഫ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അധികം ഇതിന് മുതിരാൻ നിൽക്കില്ല, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പോകാനും ഞങ്ങൾ പോകാറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എൻ്റെ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെയല്ല പോണത്. എസ്പെഷ്യലി ബേസിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അധികം ഇങ്ങനെ പുറത്തോട്ട് പോകാനൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ബേസിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട്, ബേസിലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാം, നിങ്ങളെ കാണിക്കാം, കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, സോ അതൊക്കെയാണ് എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതൊക്കെ നമ്മളോട് തന്നെ പറയണം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് പറയണമെന്ന് തോന്നി, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുഡ് കോണ്ടന്റ് കാണിക്കുന്നത് കൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു നിരാശയായിരിക്കും ഇനിയുള്ള എൻ്റെ വീഡിയോസ് എനിക്ക് തോന്നുകയാണ്. ഓക്കെ, അല്ലാത്തവർ പ്ലീസ് സ്റ്റേ, എങ്ങോട്ടും പോകരുത്, അത്രേ പറയാനുള്ളൂ. ബിക്കോസ് കുറച്ച് കാലത്തേക്ക് ഫുഡ് കോണ്ടൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഇവിടെ കുക്ക് ചെയ്യാറുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷേ അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തി ഫുഡ്സ് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ഒരു പ്രോപ്പർ ലൈറ്റിംഗ് എനിക്കില്ല. അപ്പം എനിക്ക് ഒരു ഭംഗിയില്ലാത്ത വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ തരാൻ ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ നോർമൽ വ്ളോഗ്സ് ഒക്കെ ആകുമ്പോൾ പിന്നെയും ബെറ്ററാണ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഓക്കെയാണ്, എനിക്ക് എന്ത് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഫുഡ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് അങ്ങനെയല്ല, എനിക്ക് നല്ല നാച്ചുറലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാതെ. സോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഫുഡ് കോണ്ടൻസിൻ്റെ പേരിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. എന്നെക്കുറിച്ച് കാണാൻ, എന്നെക്കുറിച്ച് അറിയാനോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ വിഷ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ് എത്രമാത്രം കുളമാക്കിയെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഫീൽഡല്ല, ഈ സംസാരിക്കലും ഇരിക്കലും ഒക്കെ. ഞാൻ പഠിപ്പിക്കേണ്ടത് ഇപ്പം 16-17 ഇയേഴ്സുള്ള കുട്ടികളാണ്. എനിക്ക് അതുവരെ ഓക്കെയാണ്. എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വലിയ ആൾക്കാരോട് സംസാരിക്കാൻ അത്ര ഞാൻ കംഫർട്ടബിൾ അല്ല. അപ്പം എങ്ങനെ പോയി ഇത് എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം ഇത് കട്ട് ചെയ്തിട്ട് മിക്കവാറും ഞാൻ എടുത്ത് കണ്ടു നോക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊള്ളൂലെന്ന് തോന്നും. അപ്പോൾ ഞാൻ വീണ്ടും അത് ഒന്നും കൂടി റീഷൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല, അപ്പോൾ നോക്കാം എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ കുറച്ചുകൂടെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, ഓക്കെ മതി, നിർത്തി പോവാണെങ്കിൽ സീ യു ലേറ്റർ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇനി എൻ്റെ അങ്ങോട്ടുള്ള കോണ്ടൻറ്റ്സ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നന്ദി, നമസ്കാരം, ബൈ.